നമുക്കറിയാമല്ലോ, നവനാസ്തികരുടെ പേജുകളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരെയാണ് എന്ന് നമുക്കറിയാം. അവരിപ്പോൾ ഒരു സമ്മേളനം നടത്തിയാൽ പോലും അതിലുള്ള ഏറ്റവും കൂടുതൽ സെഷനുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാമിനെതിരെ സംസാരിക്കാനാണ്. ആ സെഷനുകൾ ഉപയോഗപ്പെടുത്തുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് സി രവിചന്ദ്രൻ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളും ഈവിളാണ്, പക്ഷേ ഇന്നത്തെ ഈവിള് ഏറ്റവും കൂടുതൽ ഈവിളായിട്ടുള്ളത് ഇസ്ലാമാണ് എന്നാണ് ഡോക്കൻസ് പച്ചയ്ക്ക് പറയുന്നത്. എല്ലാ മതങ്ങളും തിന്മയാണ്, അഥവാ എല്ലാ മതങ്ങളും ഈവിളാണ്. അതിൽ ഏറ്റവും വലിയ ഈവിളായിട്ടുള്ളത് ഇസ്ലാമിനെയാണ് ഇവർ കാണുന്നത്. നവനാസ്തികരുടെ ഏറ്റവും വലിയ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇസ്ലാമാണ് എന്ന് ഇവർ തന്നെ തുറന്നു പറയുകയാണ്. പലയിടത്തും ഇത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ തന്നെ പേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 99% ഇവർ ഇസ്ലാമിനെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നാസ്തികർ എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ ഒരു സീറോ ആയി കാണുന്നവരാണ്. അഥവാ ദൈവം എന്നത് ഇല്ല, ദൈവം എന്നതില്ല, ഈ പ്രപഞ്ചമൊക്കെ തനിയെ ഉണ്ടായതാണ്, ദൈവം എന്ന് പറയുന്നത് സീറോ ആണ് എന്ന് വിശ്വസിക്കുന്ന. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസികളായ ആളുകളാണ് ഇവരുടെ മുഖ്യ ശത്രുവായിട്ടുള്ളത്. തങ്ങളുടെ എതിർപക്ഷത്തുള്ളത് ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആളുകളെ സീറോ എന്ന് പറയുന്ന ദൈവ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ദൈവവിശ്വാസികളായ ആളുകളെ ദൈവവിശ്വാസികളല്ലാതാക്കി മാറ്റാൻ, അഥവാ സീറോ ദൈവത്തിലേക്ക് എത്തിക്കാനാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന മതത്തെയായിരുന്നു ഇവർ ടാർഗറ്റ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഈ പറയുന്ന, നമ്മൾ ഉദാഹരണത്തിന് ഹൈന്ദവ മതം എടുത്തു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം 33 കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്. അഥവാ ആ മതത്തിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ആളുകളെ തങ്ങളുടെ സീറോയിലേക്ക് എത്തിക്കാനല്ലേ ഇവർ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടിയിരുന്നത്. കാരണം ഇസ്ലാം എന്ന് പറയുന്നാൽ ആകെ ഒറ്റ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ഒന്നിൽ നിന്നും സീറോയിൽ എത്തിക്കുന്നതാണോ, കോടിക്കണക്കിൽ നിന്നും സീറോയിൽ എത്തിക്കുന്നതാണോ കൂടുതൽ പണിയെടുക്കേണ്ടത്? കൂടുതൽ പണിയെടുക്കേണ്ടത് കോടികളിൽ നിന്നും സീറോയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പണിയെടുക്കേണ്ടത്. പക്ഷേ അവർ ഏറ്റവും കുറച്ച് പണിയെടുക്കുന്ന മേഖല എന്ന് പറയുന്നത് എടുക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല, അവിടെയാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവർ പണിയെടുക്കേണ്ടത് മൂന്നിൽ നിന്നും സീറോയിൽ എത്തിക്കാനാണ് ഇവർ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടിയിരുന്നത്. അവിടെയും അവരുടെ ആ പണി വളരെ തുച്ഛമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എടുക്കുന്നുണ്ടോ എന്നത് പോലും അറിയില്ല. ഇവർ അപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നിനെ സീറോയിൽ എത്തിക്കാനാണ്. അഥവാ ഇസ്ലാമിൻ്റെ ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരേ ഒരു സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒന്ന്, ആ ഒന്നിനെ സീറോയിൽ എത്തിക്കാൻ വളരെ എളുപ്പമല്ലേ? അതല്ലല്ലോ ഏറ്റവും വലിയ മുഖ്യ ശത്രുവായിട്ട് കാണേണ്ടത്. കോടിക്കണക്കിനുള്ളതിനും അല്ലെങ്കിൽ 3, 4 ഒക്കെ ഉള്ള അത്തരം കാഴ്ചപ്പാടുകൾക്കെതിരെയല്ല ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയല്ല ഇവർ തങ്ങളുടെ എല്ലാ ഊർജ്ജവും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെതിരെയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നവനാസ്തികരുടെ ആ ഒരു നിലപാടുണ്ടല്ലോ, ഇസ്ലാമാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ തന്നെ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നവനാസ്തികർ ഇസ്ലാമിന് നൽകുന്നത് വലിയ ഒരു ബഹുമതിയാണ് നൽകുന്നത്, വലിയൊരു സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ മെസ്സിയും ടീമും ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, മറുഭാഗത്ത് മറ്റൊരു ടീമാണ്. ഈ മറ്റൊരു ടീമിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ആരെയായിരിക്കും? ആ എതിർ ടീമിലുള്ള മെസ്സിയെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നെയ്മർ കളിക്കുന്നുണ്ടെങ്കിൽ നെയ്മറിനെ ആയിരിക്കും കൂടുതൽ കളിക്കാർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെയാണ്. കാരണം അദ്ദേഹം ശക്തനാണ്, അദ്ദേഹം കരുത്തനാണ് എന്നതുകൊണ്ടാണ് കൂടുതൽ ഫോക്കസ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നവനാസ്തികർ ഇസ്ലാമാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ചുറ്റും കൂടിക്കൊണ്ട് ഇസ്ലാമിനെതിരെ കളവ് കൊണ്ടും തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ടും അടർത്തി മാറ്റപ്പെട്ട സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയുള്ള വചനങ്ങൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇസ്ലാമിന് നൽകുന്നത് ബഹുമതിയാണ്. കാരണം നിങ്ങളിപ്പോൾ ഇസ്ലാമിനെ പരിഗണിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇസ്ലാമിനെ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യാതെ നിങ്ങളുടെ വിമർശനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നില്ലേ, എന്തുകൊണ്ടാണ് ഇവരെന്താ ഞങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങളുടെ കയ്യിലുള്ള ആദർശം എന്ന് പറയുന്നത് അത്രയും ദുർബലമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടാകില്ലേ? അപ്പോൾ നിങ്ങൾ കൂടുതൽ ഞങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടാവുന്ന വലിയൊരു ബഹുമതിയാണ്.